എല്ലാവർക്കും നമസ്കാരം. LGS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമാകുന്ന ഒരു ചാനലാണിത്. കാരണം മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം ടോപ്പിക്കുകളെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ മുൻ ക്ലാസ്സുകളെല്ലാം നമ്മുടെ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. എന്തായാലും 1 മാർക്ക് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ആ 1 മാർക്കായിരിക്കും നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നതും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ചന്ദ്രയാൻ 3 ആണ്. ഇത് മുൻ വർഷങ്ങളിൽ ചോദിക്കുന്നതല്ല, ഈ ഒരു കറണ്ട് അഫയേഴ്സിൽ പെടുന്ന ഒരു ചോദ്യമാണ് ചന്ദ്രയാൻ 3. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ 3ാം ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 3 2023 ഓഗസ്റ്റ് 23 വൈകിട്ട് 6:04 ചന്ദ്രനിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി. അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന രാജ്യമാണ് ഇന്ത്യ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം പേടകമിറക്കുന്ന ആദ്യ രാജ്യമെന്ന ബഹുമതിയും ഇന്ത്യക്ക് സ്വന്തമാണ്. അതുപോലെ തന്നെ GSLV മാർക്ക് 3 എന്ന LVM-3 ആണ് ചന്ദ്രയാൻ 3നെ ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ഭൂമിയിലെ 14 ദിവസമായിരുന്നു ലാൻഡറിന്റെയും റോവറിന്റെയും പ്രവർത്തന കാലാവധി. ചന്ദ്രയാൻ ദൗത്യത്തിന് നേതൃത്വം നൽകിയത് ISRO ചെയർമാൻ S സോമനാഥ് ആണ്. ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കും. ചന്ദ്രയാൻ 3 ലാൻഡിംഗ് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലത്തെ ശിവശക്തി പോയിന്റ് എന്ന് നാമകരണം ചെയ്തു. 2019 ചന്ദ്രയാൻ 2 ചന്ദ്രോപരിതലത്തിൽ തകർന്നു വീണ സ്ഥലം തിരങ്ക എന്നറിയപ്പെടും. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെച്ചാൽ മതി, നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് എന്തായാലും മേടിക്കാൻ പറ്റും.